ഹായ് വ്യൂവേഴ്സ്, എൻ്റെ കൂട്ടുകാരൻ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ജീവിതത്തെപ്പറ്റി വളരെ ലളിതമായി പറഞ്ഞു വച്ച ആ വരികൾ ഇങ്ങനെയാണ്: ഒരു 20 വയസ്സ് വരെയുള്ള മനുഷ്യജീവിതം കണക്കാക്കേണ്ടതേ ഇല്ല. അറിവില്ലായ്മയുടെയും മാനസിക വളർച്ചയില്ലായ്മയുടെയും മണ്ടത്തരങ്ങളുടെയും സർവോപരി അഹങ്കാരത്തിൻ്റെയും ആകെ തുകയാണ് 20 വയസ്സ് വരെയുള്ള ജീവിതം. അത് ഐസക് ന്യൂട്ടൻ ആണെങ്കിലും ഷേക്സ്പിയർ ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. 20 മുമ്പ് ചെയ്ത ഏതെങ്കിലും മണ്ടത്തരമോർത്ത് പിന്നീട് അയ്യേ എന്ന് ജാള്യതയോടെ ചിരിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ ആ കാലം ഒരു നേരം പോക്ക് കഥ പറയുന്ന ലാഘവത്തിൽ കടന്നു പോവും. 20കളാണെങ്കിൽ ജീവിതം എന്താക്കി തീർക്കണം എന്ന് കണക്ക് കൂട്ടാനും സ്വപ്നം കാണാനുമുള്ള സമയമാണ്. 30കളിൽ ജീവിതം വരുന്നതിനനുസരിച്ച് കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും. എന്നാൽ 40കളിലെ ഏറ്റവും വലിയ മെച്ചം അത് വലിയ വലിയ തിരിച്ചറിവുകൾ നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ എങ്ങനെയൊക്കെയാണോ ജീവിതം ആയിത്തീരണം എന്ന് സ്വപ്നം കണ്ടത് അതെല്ലാം ഒരുപോലെ പ്രായോഗികമല്ല എന്ന് ഒരു ദീർഘനിശ്വാസത്തോടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതോടൊപ്പം ഇത്രയൊക്കെയേ ഉള്ളൂ ജീവിതം എന്ന ജീവിതത്തെ ഏറെ എളുപ്പമാക്കുന്ന വലിയൊരു പാഠവും നാം പഠിക്കും. ചുരുക്കത്തിൽ അതുവരെയുള്ള ജീവിതത്തിൽ നിന്നും ആർജിച്ച ആ കാഴ്ച പിന്നീടുള്ള ജീവിതത്തിലേക്ക് വെളിച്ചം തരുമെന്നതാണ് 40കളിലെ ഏറ്റവും വലിയ മെച്ചം. 50കളിലും ഈയൊരു കാഴ്ചയുടെ സഹായത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം. 60കളോടെ ശാരീരികാസ്വാസ്ഥ്യങ്ങളും അതുമൂലമുണ്ടാകുന്ന മാനസികാസ്വസ്ഥതകളും കടന്നു വരുന്നു. 70കളോടെ വാർദ്ധക്യമായി. ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും നിസ്സഹായതയുടെയും ദൈന്യതയുടെയും കാലം. എത്ര പ്രതാപിയായി ജീവിച്ചവനും തൻ്റെ ജീവിതം ഒന്നുമായിരുന്നില്ല എന്ന് തിരിച്ചറിയുന്ന സമയം. ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യായുസ്സിൽ നമുക്കുള്ള ലാഭമെന്നത് നമ്മൾ സന്തോഷിച്ച നിമിഷങ്ങളും അതിൽ നമ്മുടെ കൂടെയുണ്ടായ മനുഷ്യരെ പറ്റിയുള്ള ഓർമ്മകളുമാണ്. ആ സന്തോഷമുണ്ടാകുന്നത് സ്നേഹിക്കാൻ പഠിക്കുമ്പോഴാണ്. സ്നേഹിക്കാൻ പഠിക്കുക. ദീർഘകാലമുള്ള വെറുപ്പുകൾ ഉപേക്ഷിച്ച് തെറ്റുകൾ സമ്മതിച്ച് സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ സ്വയം സൃഷ്ടിച്ച് സ്നേഹിക്കാൻ പഠിക്കുക.